ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. നമ്മൾ ഇന്നലെ എന്താ പറയുക, ലാസ്റ്റ് ഒബ്ജക്റ്റില് റീജിയൻസ്, ടാഗ്സ്, അതേപോലെ പിന്നെ വേറെന്താ സർവീസ് ഗ്രൂപ്പ്സ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ ഒബ്ജക്റ്റിൽ തന്നെ ഉള്ള വേറൊരു പാർട്ടാണ് സെക്യൂരിറ്റി പ്രൊഫൈൽ എന്നുള്ളത്. സെക്യൂരിറ്റി പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ അത് സെക്യൂരിറ്റി പ്രൊഫൈൽ എന്ന് പറയുക, അല്ലെങ്കിൽ കണ്ടന്റ് ഐ ഡി, ഇത് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ പാലോ ആൾട്ടോനെ നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ എന്ന് വിളിക്കുന്നത് തന്നെ പാലോ ആൾട്ടോ നമുക്ക് 3 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഒന്ന് ആപ്പ് ഐ ഡി ആണ്, ഒന്ന് യൂസർ ഐ ഡി ആണ്, ഒന്ന് കണ്ടന്റ് ഐ ഡി ആണ്. ഓക്കെ, കണ്ടന്റ് ഐ ഡി ആണ് ഈ സെക്യൂരിറ്റി പ്രൊഫൈലിന് പറയുന്നത്. കണ്ടന്റ് ഐ ഡി തന്നെയാണ് സെക്യൂരിറ്റി പ്രൊഫൈൽ, ഓൾസോ നോൺ ആസ് സെക്യൂരിറ്റി പ്രൊഫൈൽ. ഓക്കെ, അത് എവിടെ ഉണ്ടാവും നോക്കിയാൽ ഓക്കെ, VMware ഓക്കെ. സെക്യൂരിറ്റി പ്രൊഫൈൽസ് വരുന്നത് ഒബ്ജക്റ്റിൻ്റെ അണ്ടറിലാണ്. ഒബ്ജക്റ്റ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സെക്യൂരിറ്റി പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ടാബ് കാണാൻ പറ്റും. അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആൻറ്റി വൈറസ് പ്രൊഫൈല് ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സെക്യൂരിറ്റി പ്രൊഫൈൽ, ആൻറ്റി സ്പൈവെയർ പ്രൊഫൈല്, വൾണറബിലിറ്റി പ്രൊഫൈല്, URL ഫിൽട്ടറിംഗ് പ്രൊഫൈൽ, ഫയൽ ബ്ലോക്കിംഗ് പ്രൊഫൈൽ, വൈൽഡ് ഫയർ അനാലിസിസ്, ഡാറ്റ ഫിൽട്ടറിംഗ് ആൻഡ് ഡോസ് പ്രൊട്ടക്ഷൻ. ഇത്രയും പിന്നെ കാര്യങ്ങൾ ഈ സെക്യൂരിറ്റി പ്രൊഫൈലിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, അല്ലെങ്കിൽ കണ്ടന്റ് ഐ ഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ആ സെക്യൂരിറ്റി പ്രൊഫൈലുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആൻറ്റി വൈറസ്, ബേസിക്കലി ഇതൊക്കെ പറയുകയാണെങ്കിൽ ആൻറ്റി വൈറസ് സെക്യൂരിറ്റി പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ വൈറസ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ആൻറ്റി വൈറസ് സെക്യൂരിറ്റി പ്രൊഫൈലിനെ വൈറസ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രൊഫൈലാണെന്ന് പറയാം. ഓക്കെ, അതേപോലെ ആൻറ്റി സ്പൈവെയർ എന്ന് പറഞ്ഞാൽ സ്പൈവെയർ, അതായത് ചില പിന്നെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഡിവൈസിലേക്ക് ബാക്ക് എൻഡിൽ ചില എന്ത് പിന്നെ എന്താ പറയുക, അതിന് സോഫ്റ്റ്വെയർ പോലെ തന്നെ ഒരു കീ ലോഗർ എന്ന് പറയും, അങ്ങനെ ഒരു സാധനം ഇൻസ്റ്റാൾ ആവും. എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് കംപ്ലീറ്റ് സ്റ്റീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അനുവാദം ഇല്ലാതെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് എൻഡിൽ ഇൻസ്റ്റാൾ ആകുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഈ സ്പൈവെയർ, അല്ലെ കീ ലോഗേഴ്സ് ആണ് ഈ സ്പൈവെയർ എന്ന് പറയുന്നത്. അത് നമ്മളെ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്, ബാങ്ക്, അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എന്തൊക്കെയാണ് അതൊക്കെ ക്യാച്ച് ചെയ്യും അത്. എന്നിട്ട് പിന്നെ ഈ സ്പൈവെയറിൻ്റെ ഉള്ളിൽ ഇതാരാണ് ഈ സോഫ്റ്റ്വെയർ, ഏത് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പൈവെയർ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ആയത് അല്ലെങ്കിൽ ഡിവൈസിൽ ഇൻസ്റ്റാൾ ആയത്, ആ സോഫ്റ്റ്വെയർ, അതായത് നമ്മളൊരു ജെന്യൂനായ സോഫ്റ്റ്വെയർ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് ബാക്ക് എൻഡിൽ വന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സ്പൈവെയർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് അതിനെ പിന്നെ മുന്നിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ പിന്നിലൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഓണർ ഉണ്ടാവില്ല, ഒറിജിനൽ സോഫ്റ്റ്വെയർ. അപ്പോൾ അവർക്ക് അവരെ മെയിലിലേക്ക് അവരെന്ത് ചെയ്യുന്ന ഈ സ്പൈവെയറിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ ഒരു പിന്നെ കീ ലോഗേഴ്സിൻ്റെ ഉള്ളിൽ അവരെ മെയിൽ സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നോ ആ ഡാറ്റാസ് കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഇമെയിൽ, ജിമെയിൽ ഓപ്പൺ ചെയ്ത് യൂസർ നെയിം, പാസ്വേഡ്, അതൊക്കെ അവരെ പിന്നെ ഡിവൈസസിലേക്ക് അല്ലെങ്കിൽ അവരുടെ മെയിലിലേക്ക് സെൻഡ് ആവും. ഓക്കെ,
അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആണ് ഈ സ്പൈവെയർ എന്ന് പറയുന്നത്. ആന്റി സ്പൈവെയർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു കീലോഗേഴ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് വരുമ്പോൾ അതിനെ സ്കാൻ ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റി സ്പൈവെയർ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ വൾണറബിലിറ്റി, വീക്ക് പോയിന്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ നെറ്റ്വർക്കിൽ ടെൽനെറ്റ് ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് ടെൽനെറ്റ് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം വൾണറബിലിറ്റീസിനെയൊക്കെ സ്കാൻ ചെയ്ത് റിമൂവ് ചെയ്യാനാണ് നമുക്ക് ആക്ഷൻ എന്താണോ തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, വൾണറബിലിറ്റി പ്രൊഫൈൽ അതിന് വേണ്ടിയിട്ടാണ്. വൾണറബിലിറ്റീസ് ഒക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൾണറബിലിറ്റി പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ടെൽനെറ്റ് പാക്കറ്റ് ഡ്രോപ്പ് ചെയ്യാം. അപ്പം നമ്മളെ ആക്ഷൻസ് അനുസരിച്ച് അത് തീരുമാനം എടുക്കും. പിന്നെ URL ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റ് അലോ ചെയ്യണം അല്ലെ ബ്ലോക്ക് ചെയ്യണം. ഓക്കെ, അതും നമുക്ക് ഈ എന്താണ് സെക്യൂരിറ്റി പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഫയൽ ബ്ലോക്കിംഗ് പ്രൊഫൈല്, നമുക്കൊരു പ്രത്യേക ഫയൽ ബ്ലോക്ക് ചെയ്യണം. അതായത് ഡോഗ് ഫയൽ അല്ലെങ്കിൽ PDF ഫയല് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഫയൽ ബ്ലോക്കിംഗ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് വൈൽഡ് ഫയർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ സീറോ ഡേ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെ പിന്നെ കണ്ടെത്തിയിട്ടില്ലാത്ത അറ്റാക്സും കാര്യങ്ങളൊക്കെ അല്ലേ, പുതിയ പുതിയ അറ്റാക്സ് വരില്ലേ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈൽഡ് ഫയർ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ ഡാറ്റ ഫിൽറ്ററിങ് സപ്പോർട്ട് ചെയ്യും. ഡാറ്റ ഫിൽറ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിൽറ്റേർഡ് ചെയ്ത ഡാറ്റ കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ അതിനെ ഒരു പ്രത്യേക ഫിൽട്ടർ ചെയ്ത് നമ്മൾ നെറ്റ്വർക്കിലേക്ക് കടത്തി വിടുന്നുണ്ടെങ്കിൽ ആ ഒരു ഫിൽറ്റേർഡ് ഡാറ്റനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഉപയോഗിക്കും. ഓക്കെ, പിന്നെ ഡോസ് പ്രൊട്ടക്ഷൻ, ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്കും കാര്യങ്ങളൊക്കെ അത് ഡീറ്റെയിൽ ആയി പഠിക്കും. പക്ഷെ ജസ്റ്റ് ഇതിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ പറയുന്നത് സ്കാൻ ടു പ്രിവെന്റ് ദ ഡോസ് അറ്റാക്ക് വേണ്ടിയിട്ട്, ഡോസ് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോസ് പ്രൊട്ടക്ഷൻ പ്രൊഫൈൽ. ഓക്കെ, അപ്പൊ ഈ കണ്ടന്റ് ഐഡിയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ആന്റിവൈറസ്, ആന്റി സ്പൈവെയർ, വൾണറബിലിറ്റി, URL ഫിൽറ്ററിംഗ്, ഫയൽ ബ്ലോക്കിംഗ്, വൈൽഡ് ഫയർ അനാലിസിസ്, ഡാറ്റ ഫിൽറ്ററിംഗ് ആൻഡ് ഡോസ് പ്രൊട്ടക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഒബ്ജക്റ്റിന്റെ അണ്ടറിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പോളിസീസിൽ കണ്ടന്റ് ID നമ്മൾ. ഓക്കെ, നമുക്കത് ലാബിൽ കാണാം. 1.12 1.12 admin view. ടോപ്പോളജിയിൽ പഴയ പോലെ തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ കൊണ്ടുവരികയാണ്. ഓക്കെ, മാനേജ്മെന്റ് ക്ലൗഡ്
1/3. ഓക്കെ. 1/3യിലും റൗട്ടർ ഒരു DHCP ത്രൂ IP പ്രൊവൈഡ് ചെയ്യും മാനേജ്മെന്റിനും. സോറി, അപ്പോൾ മാനേജ്മെന്റിനും 1/3ക്കും റൗട്ടർ തന്നെ ഒരു IP പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ കണക്ഷന് സോറി. ഓക്കെ, അപ്പോൾ ഡിവൈസ് ടേൺ ഓൺ ചെയ്തു. ഒരു വിൻഡോസ് മതി. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സെക്യൂരിറ്റി പ്രൊഫൈൽസും കാര്യങ്ങളും കാണിച്ചു തരാം. എവിടെയാണ് വരുന്നത്, അത് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ കാണിച്ചു തരാം. പോളിസീസിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. പോളിസീസിലെ ആക്ഷൻസിൽ ഒരു സെക്ഷൻ ഉണ്ട് പ്രൊഫൈൽ ആഡ് ചെയ്യാനുള്ള. നമ്മൾ വേറെ സ്ഥലത്ത് വെച്ചിട്ട് സെക്യൂരിറ്റി പ്രൊഫൈലിന്റെ അണ്ടറിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ സെക്യൂരിറ്റി പ്രൊഫൈല് പോളിസീസിൽ കോൾ ചെയ്യണം ആക്ഷൻസിന്റെ അണ്ടറിൽ. അപ്പോഴാണ് ഇത് വർക്കാവുന്നത്. ഓക്കെ ഓക്കെ. ഇതിനൊക്കെ വേറൊരു വിഷയം എന്താന്ന് പറഞ്ഞാല് എല്ലാ പ്രൊഫൈൽസിനും ലൈസൻസ് വേണം. അതായത് നമ്മുടെ ഈ VM-ന് ലൈസൻസ്ഡ് അല്ല. ഇനിയിപ്പം ലൈസൻസ്ഡ് ഇമേജ് ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലോ അല്ലെങ്കിലും ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ ഇപ്പോൾ ഉള്ളത് നമുക്ക് അത്തരം ലൈസൻസ് ഒന്നും നമ്മളെ ഇതിലില്ല. പക്ഷെ എങ്ങനെയാ സെറ്റ് ചെയ്യാന്നും എങ്ങനെയാ കോൺഫിഗർ ചെയ്യാന്നും കാണിച്ചു തരാം. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പ്രാക്ടിക്കലായിട്ട് പിന്നെ വർക്ക് ചെയ്യുന്ന ഇത് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ലൈസൻസ് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയാ, കോസ്റ്റ്ലി. അതാണ്. അത് മാത്രമല്ല നമുക്ക് ചിലപ്പം ഇമേജസ് അങ്ങനത്തെ കിട്ടാൻ സാധ്യത നെറ്റിലൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം, നോക്കിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കോൺഫിഗറേഷൻ സെയിം തന്നെ, പക്ഷെ വർക്കിംഗ് ആ റിസൾട്ട് കാണിച്ചു തരാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. എന്തായാലും കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഇത് അതിനൊക്കെ ഇത് മതി. പക്ഷെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ആ റിസൾട്ട് നമുക്ക് എന്താ പിന്നെ കാണിച്ചു തരാൻ പറ്റില്ല. ഓക്കെ. ഞാൻ നോക്കട്ടെ അവിടെ ഓഫീസിൽ റിയൽ ഡിവൈസ് ഉണ്ട്, അതിൽ ഈ ലൈസൻസ് ഉണ്ടോന്ന് നോക്കണം. Palo Alto PMVM login admin. യൂണിറ്റ് ലാബിന്ന് വേറെ ഇതൊന്നും ആരും ട്രൈ ചെയ്തില്ലല്ലോ. ഇതിൽ നമുക്ക് ഒരുപാട് വേറെ ഇമേജസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് നോക്കിയില്ല. പാലോ ആൾട്ടോ അല്ല, പാലോ ആൾട്ടോ ആഡംസ് ഇതിൽ കാണുന്നില്ല. പാലോ ആൾട്ടോ 11 ഇവാലുവേഷൻ. ഈ പാലോ ആൾട്ടോ 10.0.
ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ. ഇവരെ ഇതൊന്നും കാണുന്നില്ല ലൈസൻസ് എന്നുള്ള രീതിയിൽ. 30 days ട്രയൽ ആണ്. admin admin show run management. Sorry, show run management. Show run ഉണ്ടല്ലോ. ഷോ മാനേജ്മെന്റ് എന്ന് പറയും. റൺ മാനേജ്മെന്റ് ക്ലയൻസ് അല്ലല്ലോ. കമാൻഡ് ഷോ ഇന്റർഫേസ് മാനേജ്മെന്റ് അല്ലേ. ഓക്കെ, ഇന്റർഫേസ് മാനേജ്മെന്റ്. ഓക്കെ, IP അഡ്രസ് കിട്ടിയിട്ടില്ലല്ലോ. What happened? മാനേജ്മെന്റ് ഇന്റർഫേസിന് IP കിട്ടിയതായി കാണുന്നില്ല. അൺബാർ 3 കിട്ടിയിട്ടുണ്ടാവും. ഷോ ഇന്റർഫേസ് അൺബാർ 3. ഓക്കെ, 1/3 നമ്മള് മാനുവലായി സെറ്റ് ചെയ്ത IP ആണ് അവിടെ ഉള്ളത്. കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, എങ്ങനെയാണ് ഒന്നും കൂടി ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യേണ്ടി വരും.
ഓക്കെ, പൈപ്പ് കിട്ടിയിട്ടുണ്ട് 1.13. HTTP yes ആണ്. ഓക്കെ, കുറച്ച് സമയം എടുക്കും. ഓക്കെ, ലോഡ് ആയിട്ടുണ്ട്. നമ്മൾ പാസ്വേഡ് യൂസർ നെയിം അഡ്മിൻ. എൻ്റെ ഈതർനെറ്റ് 1/3യിലും ഞാൻ DHCP ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഔട്ട്സൈഡ് ഇന്റർഫേസ് ആണ്, റിമൂവ് ചെയ്യാം. DHCP ക്ലയന്റ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ഡിഫോൾട്ട് റൂട്ട്. ഇതൊക്കെ നമ്മൾ പിന്നെ പറഞ്ഞതാണ് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ. കമ്മിറ്റ്. ഓക്കെ, ഇവിടെ എറർ വരുന്നുണ്ട്. നാറ്റിലൊക്കെ എന്താ പറയുക, ഈ ഒരു ഇന്റർഫേസ് ഓൾറെഡി കോൺഫിഗേർഡ് ആണ്, അതുകൊണ്ടാണ് ഫെയിൽഡ് കാണിക്കുന്നത്. അപ്പോൾ പോളിസീസിൽ ഇന്റർനെറ്റ് 1/3 ഉണ്ട് ഡെസ്റ്റിനേഷൻ. ഇതൊക്കെ ഒഴിവാക്കാം.
ഓക്കെ, നമ്മുടെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് IP കിട്ടിയിട്ടുണ്ട്, ഇവിടെ കാണിക്കും. ഒന്നും വരുന്നില്ലേ? അഗെയിൻ ട്രൈ അഗെയിൻ. എന്താ കാണിക്കാത്ത? ഡൈനാമിക് ടൈപ്പിംഗ് സ്റ്റാറ്റസ്. ഡൈനാമിക് ലാംഗ്വേജ്. ഇല്ല. ഡയറക്ടറി ഇന്റർഫേസ് ആണ്, ഔട്ട് സൈഡ് ഇന്റർഫേസ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം പോളിസീസിൽ, സെക്യൂരിറ്റി പോളിസീസിൽ പോയാൽ നമുക്കിവിടെ ഇൻറ്റു ഔട്ട് സെലക്ട് ആക്ഷൻസിൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻസ് കാണാനുണ്ട്, പ്രൊഫൈൽ സെറ്റിംഗ്. ഓക്കെ, ഇവിടെ പ്രൊഫൈൽസ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞ കണ്ടന്റ് ഐ ഡിയുള്ള ആന്റി വൈറസ് പ്രൊഫൈല്, വൾണറബിലിറ്റി, ഇവിടെയാണ് നമ്മൾ കോൾ ചെയ്യേണ്ടത്. ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെ അല്ല. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ഒബ്ജക്റ്റിന്റെ അണ്ടറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് കാണാൻ പറ്റും സെക്യൂരിറ്റി പ്രൊഫൈൽസ് എന്ന് പറഞ്ഞു. ഈ ലെഫ്റ്റ് സൈഡിലൂടെ കണ്ടാത്ത സെക്യൂരിറ്റി പ്രൊഫൈൽസ്. ആന്റിവൈറസ്, ആന്റി സ്പൈവെയർ, വൾണറബിലിറ്റി, URL ഫിൽറ്ററിംഗ്, ഫയൽ ബ്ലോക്കിംഗ്, ഫയൽ അനാലിസിസ്, ഡാറ്റ ഫിൽറ്ററിംഗ്, ഡോസ് പ്രൊട്ടക്ഷൻ. ഇത് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോളിസീസിൽ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പോളിസീസിൽ പോയിട്ട് ഞാൻ പറഞ്ഞ ആക്ഷനിൽ അവസാനത്തെ ടാബ് ആക്ഷനിൽ പോയാൽ അവിടെ പ്രൊഫൈൽസ് സെലക്ട് ചെയ്താൽ ഇവിടെ നമ്മൾ ആന്റിവൈറസ് നമ്മളൊരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുമോ? ഡിഫോൾട്ട് കാണിക്കുന്ന എല്ലാത്തിൻ്റെയും ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രൊഫൈൽസ് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇതിൽ കോൺഫിഗേർഡ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഡിഫോൾട്ട് ഡിസ്പ്ലേ ഡിഫോൾട്ട്. ഓക്കെ, വൾണറബിലിറ്റി ഡിഫോൾട്ട് ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, URL എല്ലാത്തിൻ്റെയും ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു പിന്നെ പ്രൊഫൈൽസ് ക്രിയേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റു ഔട്ട് ആക്ഷൻസ് പോയിട്ട് പ്രൊഫൈൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആന്റിവൈറസിൽ ഡിഫോൾട്ട് കാണുന്നത്, വൾണറബിലിറ്റി ഡിഫോൾട്ടും സ്ട്രിക്റ്റും, അതായത് അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള ഇതൊക്കെയാണോ അതൊക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് ഒബ്ജക്റ്റിന്റെ അണ്ടറിലാണ്. ഓക്കെ, ആക്ഷൻസ് ഇവിടെ കാണാം. പോളിസീസിൽ ആക്ഷനിൽ അണ്ടർ പ്രൊഫൈൽ സെറ്റിങ്ങിൽ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. നമ്മൾ ഏതാണോ ക്രിയേറ്റഡ് പ്രൊഫൈൽ, നമ്മൾ ഏതാണോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത്, ഫോർ എക്സാമ്പിൾ ആന്റിവൈറസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ ഡോസ് പ്രൊട്ടക്ഷൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഈ ആക്ഷൻസിൻ്റെ അണ്ടറിൽ പ്രൊഫൈൽ സെലക്ട് ചെയ്യുമ്പോൾ ഡോസ് പ്രൊട്ടക്ഷൻ ഇതിൽ വരുന്നില്ല. ബാക്കി എല്ലാ കണ്ടന്റ് ഐ ഡിയിലെ എല്ലാ പ്രൊട്ടക്ഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. ആന്റിവൈറസ്, വൾണറബിലിറ്റി എല്ലാം വന്നു. പക്ഷെ ഡോസ് ഇല്ല. ഡോസ് വേറെ തന്നെ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡോസ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇത് വേറെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ അതില് കാണിക്കില്ല. അതില് പോളിസീസിൻ്റെ ഉള്ളിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. ഓക്കെ, വേറെ തന്നെ കോൾ ചെയ്യണം ഡോസ് പ്രൊട്ടക്ഷൻ പിന്നെ ക്രിയേറ്റ് ചെയ്തിട്ട്. ഓക്കെ, പിന്നെ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഡിഫോൾട്ട് ഇവിടെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽസ് പറഞ്ഞൊരു ടാബ് ഉണ്ട്. ഇത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഏതെങ്കിലും ആന്റിവൈറസ് പ്രൊഫൈൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും പ്രൊഫൈലിന്റെ അണ്ടറിൽ. ഓക്കെ, ഇനിയിപ്പോ പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ പോയിട്ട് കോളംസ് പോയിട്ട് പ്രൊഫൈൽ ടിക്ക് കൊടുത്താൽ മതി. ഓക്കെ, പ്രൊഫൈൽ വരും. ഓൾസോ ആഡ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് നമുക്ക് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊഫൈൽ ഗ്രൂപ്പ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഗ്രൂപ്പ്സിൽ നമുക്കിപ്പോൾ ഒരു പിന്നെ 2 പ്രൊഫൈൽ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ ആന്റിവൈറസും ആന്റി സ്പൈവെയറും അങ്ങനെ 2 പ്രൊഫൈൽ മാത്രം മതിയെങ്കിൽ അങ്ങനെയും നമുക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആക്ഷൻസിൽ ഗ്രൂപ്പ് പ്രൊഫൈൽ ഏതാണ് നമ്മൾ കാണിച്ചു കൊടുത്താൽ. ഓക്കെ, ഗ്രൂപ്പിന് ഒരു നെയിം കൊടുക്കുക. നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് അത് പിന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിന് പേര് കൊടുത്തിട്ട് പ്രൊഫൈൽസ് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് ബേസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പ്രൊഫൈൽ ടൈപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് പ്രൊഫൈൽസ് ആയിട്ട് നമുക്ക് ഇവിടെ കോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് എല്ലാ പ്രൊഫൈൽസും കാണിച്ചു ആവശ്യമുള്ള പ്രൊഫൈൽസൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി ഫസ്റ്റിലത്തെ ഇതിൽ വരുന്നത് ഒബ്ജക്റ്റിന്റെ ഇതിൽ സെക്യൂരിറ്റി പ്രൊഫൈൽസിൽ വരുന്ന ആദ്യത്തിലാണ് ആന്റിവൈറസ് പ്രൊഫൈൽ. അതിൻ്റെ ഒക്കെ സിമ്പിളാണ് സൈഡിൽ കാണിക്കുന്നത്. ആന്റിവൈറസ് ഇങ്ങനെ ആന്റി സ്പൈവെയർ, വൾണറബിലിറ്റി, URL ഫിൽറ്ററിങ്, ഫയൽ ബ്ലോക്കിംഗ്, വൈൽഡ് ഫയർ അനാലിസിസ്, ഇതിൻ്റെ ഒക്കെ സിമ്പിളാണ് ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആന്റിവൈറസിന്റെ സെക്യൂരിറ്റി പ്രൊഫൈൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഡിഫോൾട്ട് ആയിട്ട് പ്രൊഫൈൽ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. ഇവിടെ അതിന്റെ പേര് ഡിഫോൾട്ട് ആണ്. പിന്നെ അതെല്ലാം ഗ്രേഡ് ഔട്ട് ആണ്. ഓക്കെ, റീഡ് ഓൺലി മേലെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ എല്ലാം ബൈ ഡിഫോൾട്ട് HTTP അലോ എല്ലാം അലോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എന്ത് ട്രാഫിക് വന്നാലും ഇപ്പം അത് അലോ ചെയ്യും. ഇതിലൊരു ബ്ലോക്കിങ് കാര്യമൊന്നുമില്ല. അപ്പോൾ സ്കാൻ ചെയ്താലും പിന്നെ എന്താണ് എല്ലാ ട്രാഫിക്കും ഇവിടെ വൈൽഡ് ഫയർ ആക്ഷനിൽ അലൗഡ് ആണ്. ഓക്കെ, നമുക്കിപ്പം എന്താണ് വൈറസ് സ്കാൻ ചെയ്ത് നമുക്ക് വൈറസ് ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിക്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ തന്നെ ക്ലോൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ത്രെഡ് പ്രിവെൻഷൻ ലൈസൻസ് റിക്വയർഡ് ഫോർ ആന്റിവൈറസ്, ആന്റി സ്പൈവെയർ ആൻഡ് വൾണറബിലിറ്റി പ്രൊട്ടക്ഷൻ ടു ഫങ്ഷൻ. ഇത് വർക്ക് ആണെങ്കിൽ ത്രെഡ് പ്രിവെൻഷൻ ലൈസൻസ് വേണമെന്ന് ഇവിടെ കാണാൻ പറ്റും. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിന്റെ പിന്നെ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്തിട്ട്
നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ക്ലോൺ ചെയ്തിട്ട്, അതായത് ഡിഫോൾട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോൺ ചെയ്യാം. ഫസ്റ്റ് എന്നിട്ട് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പേര് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെയും ചെയ്യാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ, പുതിയ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. നമ്മളൊരു ട്രാഫിക് പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഈ യൂസർ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതാണ്, പുറത്തു പോയി ഫയൽ തിരിച്ചിങ്ങോട്ടേക്ക് പാലോ ആൾട്ടോയിലേക്ക് കയറുന്ന സമയത്ത് ആന്റിവൈറസ് പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സ്കാൻ ചെയ്യും ആ ഫയലിനെ. വൈറസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ആക്ഷൻ ആണോ കൊടുത്തത് അതനുസരിച്ച് അത് വർക്ക് ചെയ്യും. ഡ്രോപ്പ് കൊടുത്തതെങ്കിൽ ഡ്രോപ്പ് ആവും, ഫയൽ ഡ്രോപ്പ് ആവും. ഓക്കെ, ഇങ്ങനെയാണ് ആന്റിവൈറസ് പ്രൊഫൈൽ വർക്ക് ചെയ്യുന്നത്. അതായത് യൂസറിന് ഇപ്പോൾ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാണ്, വൈറസ് എഫക്റ്റ് ആയ ഒരു വൈറസ് ഉള്ള ഒരു ഫയലാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഫയല് ഈ ഇങ്ങോട്ടേക്ക് പാലോ ആൾട്ടോന്റെ ഇന്റർഫേസിൽ എത്തുന്ന സമയത്ത് പാലോ ആൾട്ടോ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിനെ നമ്മൾ ഈ ആന്റിവൈറസ് പ്രൊഫൈല് പാലോ ആൾട്ടോയിൽ ക്രിയേറ്റ് ചെയ്ത് അത് ഇൻ ടു ഔട്ട് പോളിസിയിൽ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാലോ ആൾട്ടോ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അതിനെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇന്റർഫേസിൽ എന്ത് ചെയ്യും, സ്കാൻ ചെയ്യും. ഏത് ഫയലാണെങ്കിലും സ്കാൻ ചെയ്യും. അപ്പോൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് വൈറസ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ കൊടുത്ത ആക്ഷൻ അനുസരിച്ച് അത് വർക്ക് ആവും. നമ്മൾ ഡ്രോപ്പ് കൊടുത്തെങ്കിൽ ഡ്രോപ്പ് ആവും. വൈറസ് ഇല്ലെങ്കിൽ ഓക്കെ, അത് അലോ ആവും. വൈറസ് ഉണ്ടെങ്കിലാണ് ആക്ഷൻ അവിടെ അപ്ലൈ ആവുക. എന്താണ് കൊടുത്ത ആക്ഷൻ, അത് വർക്ക് ആവും. ഓക്കെ. അപ്പം അത് ഫയർവാൾ ഒന്നും ഇല്ലാത്തൊരു നെറ്റ്വർക്ക് ആണെങ്കിൽ നമ്മൾ അധികം ഡിവൈസ് യൂസറിൽ എന്തായാലും ലാപ്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പ് അതിൽ ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു തൗസൻഡ്സ് ഓഫ് യൂസേഴ്സ് ഉണ്ടെങ്കിൽ തൗസൻഡ്സ് ഓഫ് ആന്റിവൈറസ് എല്ലാ ഡിവൈസിലും ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ഓക്കെ, അത് അത്രത്തോളം സെക്യൂർഡ് അല്ല. കാരണം ഫയർവാൾ ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ യൂസർ അല്ലെങ്കിൽ ഡിവൈസ് വൈറസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, നെറ്റ്വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അതിനെ കൊണ്ട് കഴിയില്ല. അത് യൂസർ ബേസ്ഡ് ആന്റിവൈറസ് ആണ്. നെറ്റ്വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ, നെറ്റ്വർക്കിൽ വൈറസ് കയറാണ്ട് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഫയർവാളിൽ ആന്റിവൈറസ് കോൺഫിഗർ ചെയ്യണം, പ്രൊഫൈൽസ് കോൺഫിഗർ ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇവിടെ ആഡ് കൊടുത്തിട്ട് നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു പേര്, എന്തെങ്കിലും പേര് കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക. പ്രൊഫൈൽ ആന്റിവൈറസ്, ആന്റി വൈറസ് പ്രൊഫൈൽ. എന്നിട്ട് നമ്മളിവിടെ സെലക്ട്, നമ്മളിപ്പോൾ ഫയൽ ടൈപ്പ് ആണിത്, പ്രോട്ടോകോൾസ് HTTP ഫയൽ ആണെങ്കിൽ HTTPS ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള FTP, IMAP, POP3, SMB, SMTP. അപ്പൊ നമ്മൾ ആക്ഷൻസ് എന്താണ് ചെയ്യേണ്ടത്, വൈൽഡ്ഫയർ ആക്ഷൻ എന്താണ് ചെയ്യേണ്ടത്, നമുക്കിവിടെ എന്ത് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡ്രോപ്പ് കൊടുക്കാം. എല്ലാം വൈറസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതല്ല അലോഡ് നമ്മൾ എന്തായാലും കൊടുക്കില്ല. പിന്നെ അലേർട്ട് നമുക്ക് മെയിൽസും കാര്യങ്ങളും അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റീസെറ്റ് ക്ലയന്റ്, വൈറസ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ക്ലയന്റിലേക്ക് എന്ത് ചെയ്യാം, പിന്നെ റീസെറ്റ് കണക്ഷൻ. അതായത് നമ്മളിപ്പോൾ യൂസറിന്ന് പോകുന്നൊരു, ഇവിടുന്നാണ് റിക്വസ്റ്റ് പോകുന്നതെന്ന് വിചാരിച്ചു, ഒരു പുറത്തേക്ക് അവിടുന്ന് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് പോയി, തിരിച്ച് ആ ഫയൽ ഇവിടെ വരുമ്പോൾ വൈറസ് ഡിറ്റക്ട് ആയി. നമ്മളിപ്പോൾ റീസെറ്റ് ക്ലയന്റാ കൊടുത്തതെങ്കിൽ നേരെ പാലോ ആൾട്ടോ എന്ത് ചെയ്യും, കണക്ഷൻ റീസെറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്യാം. റീസെറ്റ് സെർവർ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സെർവറിലേക്ക് നമ്മൾ എവിടുന്നാണോ ഡൗൺലോഡ് ചെയ്ത് അവിടത്തേക്ക് കണക്ഷൻ റീസെറ്റ് ആവും. അങ്ങനെ സെറ്റ് ചെയ്യാം. റീസെറ്റ് ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും റീസെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ SMB ഫയൽ, POP3, HTTP, FTP ഫയൽ. ഓക്കെ, ഇതൊക്കെ
എന്താവണമെന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ എല്ലാം ഡ്രോപ്പ് കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഡ്രോപ്പ് കൊടുത്തു നമ്മളെന്തായി, പിന്നെ പാക്കറ്റ് ക്യാപ്ചർ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫയലിന്റെ ഇപ്പം ഡൗൺലോഡ് ആയതിൻ്റെ ഒരു പാക്കറ്റ് ക്യാപ്ചർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ആയിട്ട് വയർഷാർക്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ടിക്ക് കൊടുത്താൽ പാക്കറ്റ് ക്യാപ്ചറും കൂടി നമുക്ക് കിട്ടും. ഈ ഒരു പിന്നെ ഇതിലൂടെ പാക്കറ്റ് പുറത്തേക്ക് പോകുമ്പോൾ അതിന്റെ ക്യാപ്ചർ ഫയലും കൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വയർ ഷാർക്കിലൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ടിക്ക് മാർക്ക് കൊടുത്താൽ ഓക്കെ, ഏത് പ്രൊഫൈലിന് കൊടുക്കും പ്രൊഫൈൽ. ഇനി ആപ്ലിക്കേഷൻ എക്സെപ്ഷൻ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആപ്ലിക്കേഷൻ പിന്നെ ഉണ്ടെന്ന് വിചാരിക്കും, നമ്മുടെ കമ്പനിയുടെ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ കമ്പനിയുടെ വെബ് സെർവർ പുറത്തെവിടെയോ ഉണ്ട്. അപ്പോൾ അത് ആ ഒരു ആപ്ലിക്കേഷൻ, അതിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പാലോ ആൾട്ടോ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഇമാജിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ കൊടുത്ത ആന്റിവൈറസ് പ്രകാരം അതിലെന്തോ വൈറസ് ഡിറ്റക്ഷൻ നടന്നിട്ട് പിന്നെ ആപ്ലിക്കേഷൻ എന്താണ് ഓപ്പൺ ആവുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ ട്രസ്റ്റഡ് ആണ്. പക്ഷെ പാലോ ആൾട്ടോ ഇവിടെ വെച്ചിട്ട് അത് വൈറസ് സസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യും. നമ്മൾ ഡ്രോപ്പ് കൊടുത്താൽ ഡ്രോപ്പ് ആവും. അപ്പൊ എന്താന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല. അപ്പോൾ യൂസേഴ്സ് പറയും ഇങ്ങനെ ആ ആപ്ലിക്കേഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പാലോ ആൾട്ടോ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ത്രെട്ട് ഐ ഡിയും കൂടെ ഉണ്ടാവും. ത്രെട്ട് ഐ ഡി ഏതാണോ ഈ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് ആ ഒരു ത്രെട്ട് ഐ ഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ആഡ് ഒരു ത്രെട്ട് ഐ ഡി ഏതാണോ അത് കൊടുത്താൽ ആപ്ലിക്കേഷൻ അതിന്റെ ഐ ഡി ഏതാണ് അത് വെച്ചിട്ട് നമുക്ക് അതിനെ മാത്രം അലോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡ്രോപ്പ് ഓപ്ഷൻ ഫൈൻ വൈറസ് എക്സ്പോർട്ട് പറ്റും. ത്രെട്ട് ഐ ഡിന്റെ പിന്നെ ത്രെട്ട് ഐ ഡി വരുന്നത് വൈറസ് എക്സെപ്ഷൻ ആണ്. ഇതിലാണ് ത്രെട്ട് ഐ ഡി. ഇവിടെയാണ് ത്രെട്ട് ഐ ഡി നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ പാലോ ആൾട്ടോ വൈറസ് ആന്ന് പറഞ്ഞിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ത്രെട്ട് ഐ ഡിയിൽ ആഡ് ചെയ്തിട്ട് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. അത് ആപ്ലിക്കേഷൻ വർക്ക് ആവും അങ്ങനെ ചെയ്താൽ. ഇവിടെ ആപ്ലിക്കേഷൻ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ വെബ്സൈറ്റിനൊക്കെ നമുക്ക് സ്കാൻ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഏതെല്ലാം വെബ്സൈറ്റ് നമ്മളെ ഫോർ എക്സാമ്പിൾ നമ്മുടെ പിന്നെ നമ്മുടേതായ വെബ്സൈറ്റ്, കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ പുറത്തുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് അത്രയ്ക്കും ട്രസ്റ്റഡ് ആയ വെബ്സൈറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ സ്കാനിങ്ങിൽ വേണ്ട എന്നുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് പിന്നെ ഓക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, വൈറസ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും നമ്മൾ ട്രസ്റ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷനെ, ട്രസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനെ പാലോ ആൾട്ടോ വൈറസ് ആണെന്ന് പറഞ്ഞ് കോഡ് പിടിക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് ആപ്ലിക്കേഷൻ സൈഡിൽ ചെക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ആ ആപ്ലിക്കേഷനാണ് നമ്മുടെ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നത്, നമ്മളതിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പാലോ ആൾട്ടോ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ത്രെട്ട് ഐ ഡിയും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ത്രെട്ട് ഐ ഡി ഇവിടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്കാനിങ്. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും. പാക്കറ്റ് ക്യാപ്ചർ ഇതിൻ്റെ ഓൺ ആണ്. പിന്നെ ഏതൊക്കെ ഫയൽ ടൈപ്പും കാര്യങ്ങളും റിസെറ്റ് ബോത്ത് ആക്ഷൻ അലേർട്ട്. ഇവിടെ വൈൽഡ് ഫയർ ആക്ഷൻ എന്താണ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ
ഈ ഒരു ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈലിനെ നമുക്ക് പോളിസീസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും. ഇൻറ്റു ഡോട്ട് പോളിസിയിൽ പോയി ആക്ഷൻസിൽ പ്രൊഫൈൽസിൽ വന്നിട്ട് പ്രൊഫൈൽ സെലക്ട് ചെയ്യാം. ആന്റിവൈറസ് ക്രിയേറ്റ് ചെയ്ത ആന്റിവൈറസ് നമുക്ക് ഇടാം ഏത് പ്രൊഫൈൽ. ഓക്കെ, അപ്പോൾ ഇത് പുറത്തേക്ക് പോകുമ്പോൾ, അതായത് സോഴ്സിൽ നിന്ന് ഇൻസൈഡ് ഔട്ട്സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആക്ഷൻ അലോ ചെയ്യും. ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ട്രാഫിക് അലൗഡ് ആണ്, ബട്ട് സെയിം ടൈമിൽ അവിടുന്ന് പിന്നെ ഈ ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏവി പ്രൊഫൈലുള്ള നമ്മൾ എന്താണോ അവിടെ കൊടുത്തിരിക്കുന്നത്, അവിടെ ഏവി പ്രൊഫൈൽ ഓക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കോൾ ചെയ്താൽ പോകുന്ന ട്രാഫിക് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരുന്ന ട്രാഫിക് മുഴുവൻ സ്കാൻ ചെയ്യും. എന്നിട്ട് സ്കാനിങ്ങിൽ വൈറസ് ഡിറ്റക്റ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ഏവി പ്രൊഫൈലിൽ എന്താണോ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഫയൽ ടൈപ്പിനനുസരിച്ച് HTTP ഫയലാണ് അത്, പിന്നെ വൈറസിൻ്റെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആക്ഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ കൊടുത്താൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും ആന്റിവൈറസ് പ്രൊഫൈൽ. ഇപ്പോൾ പ്രൊഫൈലിൽ ഞാൻ ആന്റിവൈറസ് പ്രൊഫൈൽ ആഡ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ സിമ്പിൾ അല്ല ഇമേജ് ഇവിടെ കാണിക്കുന്നത്. ഇത് കമ്മിറ്റ് കൊടുത്താൽ സ്കാൻ ചെയ്യാൻ തുടങ്ങും. അതായത് ഇവിടുന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന, അല്ല പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുന്ന മുഴുവൻ ട്രാഫിക്കിനെ അതിൻ്റെ ഉള്ളിലേക്ക് അടക്കുന്ന ഇന്റർഫേസിൽ വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് വൈറസ് ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യും, ഇല്ലെങ്കിൽ അലോ ചെയ്യും. ഓക്കെ, അതാണ് ഏവി പ്രൊഫൈലിൽ വരുന്നത്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ആക്ഷൻ കമ്മിറ്റ് ആവുന്നുണ്ട്. ഇവിടെ കണ്ട വാണിംഗ് നോ വാലിഡ് ത്രെഡ് ലൈസൻസ്. അതാണ് നിങ്ങളോട് പറഞ്ഞത്, ഇതിന് ലൈസൻസ് വേണം. ഓക്കെ, ഇതിന് നമ്മൾ വേറെ തന്നെ സ്പെഷ്യലായിട്ട് ലൈസൻസ് പർച്ചേസ് ചെയ്യണം. പക്ഷെ ഇത് വർക്ക് ആയിട്ടുണ്ട്, കോൺഫിഗറേഷൻ ഓക്കെയാണ്, കമ്മിറ്റഡ് സക്സസ്ഫുള്ളി, ബട്ട് വാണിംഗ് നോ വാലിഡ് ത്രെഡ് ലൈസൻസ്. ഓക്കെ, ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താവില്ല, ഇത് വർക്ക് ആവില്ല. പക്ഷെ ഇതിന്റെ കോൺഫിഗറേഷനും കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് ഇപ്പോൾ പുറത്തൊരു വെബ്സൈറ്റിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നപ്പോൾ ട്രാഫിക്കിന് എന്ത് ചെയ്യും, അത് സ്കാൻ ചെയ്യും, വൈറസ് ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് വൈറസ് ഉള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ലൈസൻസ് ഉണ്ടെങ്കിൽ സെലക്ട് പോകാം. EICare.org ഇതിലൊക്കെ മലീഷ്യസ് സോഫ്റ്റ്വെയർസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നപ്പോൾ ഇതിൽ കയറിയിട്ട് നമുക്ക് ഇന്റർനെറ്റ് ഉണ്ടോ ഇപ്പോൾ പാലോ ആൾട്ടോ ഈ ഇന്റർഫേസിന് IP കിട്ടിയിട്ടുണ്ടോ ഇന്റർനെറ്റ് 1/3ക്ക്? എന്തോ പ്രശ്നമുണ്ട്, കിട്ടിയിട്ടില്ല. ഒന്നും കൂടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കാം. അന്ന് ഇഷ്യൂ ഉണ്ടായിരുന്നു, പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വർക്കായിരുന്നു. ഇതാണ് ആന്റിവൈറസ് പ്രൊഫൈൽ വരുന്നത്. ഓക്കെ, ഓക്കെ സ്റ്റോപ്പ് ചെയ്യാം.
ഓക്കെ. ഒന്നുകൂടി നമുക്ക് നോക്കാം കിട്ടുന്നുണ്ടെങ്കിൽ. ശരി. ഫുൾ റൈറ്റ് സൈഡിൽ ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത്. പേര് വരും. ഓക്കെ. ടൈപ്പ് കിട്ടിയില്ല, നോക്കാം. ഒറിജിനൽ പാക്കറ്റ് ഇൻസൈഡ്, ഡെസ്റ്റിനേഷൻ ഔട്ട്സൈഡ്, ഡെസ്റ്റിനേഷൻ ഇന്റർഫേസ് on path 3, source address in destination, no problem, translated packet, dynamic IP port, interface address on path 3. IP DHCP അല്ല, നോ പ്രോബ്ലം. വർക്ക് ആവുന്നുണ്ടോ? ഓക്കെ, ഇവിടെ വർക്ക് ആവും. പക്ഷേ എവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ഇത് കിട്ടുന്നില്ല, കാണിക്കുന്നില്ല. ഓക്കെ. പോളിസി ക്ലിയർ അല്ലേ? പോളിസിയിൽ പോളിസി പോളിസി ഇല്ല. ടോട്ടല് സോഴ്സ് ഇൻസൈഡ് ഡെസ്റ്റിനേഷൻ എന്നിവ കൊടുക്കാം. ഓക്കെ. സോഴ്സ് അഡ്രസ് കഴിഞ്ഞ് ഡെസ്റ്റിനേഷൻ ഔട്ട്സൈഡ്, ഡെസ്റ്റിനേഷൻ അഡ്രസ് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ സെക്യൂർ പ്രോട്ടോകോൾ, ആപ്ലിക്കേഷൻ ഡിഫോൾട്ട് വേണ്ട, മാക്സിമം ഹലോ. ഓക്കെ. നോ വാലിഡ് ഡയറക്ട് ലൈസൻസ് നമ്മൾ AV പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. അത് IP കിട്ടുന്നുണ്ടോ എന്നുള്ള അറിയില്ല. നമുക്ക് CMD space നോക്കി കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വർക്ക് ആവുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ കറക്റ്റാണ്.
Training. IP address കിട്ടുന്നില്ല. ഇതിന്റെ IP കറക്റ്റ് അല്ലേ കൊടുത്തത്? IP ഒക്കെ കൊടുത്തില്ല. MCPA.cp. ശരി, ഇനി സോഴ്സ് ഇനി ഡെസ്റ്റിനേഷൻ അല്ലേ, പ്രശ്നമില്ല. Zone inside address any miscellaneous zone outside any address any application. Hello. IP കാണിക്കുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ എന്താ സംഭവിക്കുക പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ഡിവൈസ് ഗൂഗിൾ ആക്സസ് ഗൂഗിളോ ഏതെങ്കിലും പിന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതായത് ആ റിക്വസ്റ്റ് പുറത്തു പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇവിടുന്ന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യും. ഓക്കെ, ആ ഫയലിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലിൽ വൈറസ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഡിറ്റക്റ്റ് ആവും. അപ്പം നമ്മൾ ഓൾറെഡി AV പ്രൊഫൈല് പാലോ ആൾട്ടോയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. AV പ്രൊഫൈൽ ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒബ്ജക്റ്റ് പോയിട്ട് AV പ്രൊഫൈൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ ഒരു ആക്ഷൻ പ്രൊഫൈല് ചെക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യാനുള്ള ആക്ഷൻ എടുക്കും. അപ്പം എന്താണ്, വൈറസ് ഡിറ്റക്ട് ചെയ്താൽ ഓൾറെഡി നമ്മുടെ ട്രാഫിക് ഒക്കെ ആ ഒരു ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ ഇവിടെ വെച്ചിട്ട് ഈ Ethernet 1/3 ഡ്രോപ്പ് ആവും. പക്ഷെ ഞാനിവിടെ ഇതിന് ഡൈനാമിക് കിട്ടിയാലും എനിക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന കാണിച്ചു. എനിക്ക് ബ്ലോക്ക് ചെയ്യുന്നത് അതിന് വേറെ തന്നെ ത്രെഡ് ലൈസൻസ് വേണം. അത് നമ്മളെടുത്തില്ല, അപ്പോൾ അത് ബ്ലോക്ക് ആവുന്നത് കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ചില വെബ്സൈറ്റിൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ, അതായത് വൈറസ് ഉള്ള സോഫ്റ്റ്വെയർസ് ഏതാണെന്ന് കാണിച്ചു തരാൻ പറ്റും. ഇപ്പോൾ റിയലിലൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു വൈറസ് ഉള്ള ഫയൽ ഇവിടെ വെച്ചിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ആവും. ഓക്കെ, അതാണ് ആൻറ്റി വൈറസ് പ്രൊഫൈൽ വരുന്നത്. പിന്നെ രണ്ടാമത്തതാണ് നമ്മുടെ ആൻറ്റി സ്പൈവെയർ പ്രൊഫൈൽ എന്ന് വരുന്നത്. ഓക്കെ, ഇത് EICare.org എന്നൊക്കെ ഇതിലൊക്കെ ആ, ഈ ഒരു വെബ്സൈറ്റ് തുറന്നാൽ നിങ്ങൾക്ക് അവിടെ വൈറസ്
പെർഫെക്റ്റ് ആയ സോഫ്റ്റ്വെയർ കാണാൻ പറ്റും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പാലോ ആൾട്ടോ എന്ത് ചെയ്യുന്ന ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ബ്ലോക്ക് അതായത് ഡൗൺലോഡ് ആവില്ല, പാലോ ആൾട്ടോ ബ്ലോക്ക് ആവും. നമുക്ക് ഇപ്പം നമ്മൾ ലൈസൻസ് ഇല്ല, ലൈസൻസ് ആഡ് ചെയ്യേണ്ടിട്ടുണ്ടെങ്കിൽ ഡിവൈസിൽ പോയിട്ട് ലൈസൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഡിവൈസിൽ ഇവിടെ നിങ്ങൾക്ക് ലൈസൻസ് കാണാൻ പറ്റും. ലൈസൻസ് ഇവിടെ കണ്ട കീ ഫ്രം ലൈസൻസ് സെർവർ എന്ന് റെട്രീവ് ചെയ്യാം. ആക്റ്റീവ് അതറൈസേഷൻ കോഡ് വഴി ചെയ്യാം. മാനുവലി അപ്ലോഡ്, നമുക്ക് ലൈസൻസ് കീ ഉണ്ടെങ്കിൽ മാനുവലി ആക്കി ആ ഫയല് ബ്രൗസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡീആക്ടിവേറ്റ് VM, അപ്ഗ്രേഡ് VM, നമുക്ക് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ലൈസൻസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും പാലോ ആൾട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ആൻറ്റി സ്പൈവെയർ പ്രൊഫൈലാണ്. സ്പൈവെയർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സിസ്റ്റത്തിൽ ചാരം നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ്. അതായത് ഇപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ടല്ല അത് ഇൻസ്റ്റാൾ, അത് നമ്മൾ അറിയാതെ നമ്മുടെ ഡിവൈസിൽ നേരത്തെ പറഞ്ഞിരുന്നില്ല, ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പിന്നെ സോഫ്റ്റ്വെയർ ആണ് സ്പൈവെയർ. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു വെബ് ബ്രൗസറിന് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ VMware അവർ പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വെബ്സൈറ്റ് ഒരു അറിയാത്തൊരു വെബ്സൈറ്റ്, നമ്മളവിടെ കയറി VMware ഡൗൺലോഡ് ചെയ്യുന്നവർ ഇമാജിൻ ചെയ്യുക, അവരൊരു അറ്റാക്കർ ആണെന്ന് ഇമാജിൻ ചെയ്യുക. നമ്മൾ VMware ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക് എൻഡിലൂടെ കീ ലോഗർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സ്പൈ സോഫ്റ്റ്വെയറും കൂടി അത് ഡൗൺലോഡ് ആവും. ഓക്കെ, പക്ഷെ ഇത് നമുക്ക് കാണാനും പറ്റില്ല, ഇത് ഹൈഡ് ആയിരിക്കും. ഓക്കെ, അത് ഡൗൺലോഡ് ആയിട്ട് ഈ PC-യിൽ യൂസറിൽ ഇൻസ്റ്റാൾഡ് ആവുകയും ചെയ്യും. ഓക്കെ, എന്നിട്ട് പിന്നെ ഈ സ്പൈ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ഇതിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി ഒരു മെയിലും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്തും, ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ കളക്ട് ചെയ്തിട്ട് ആ മെയിലിലേക്ക് ഇതിങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. ചാരപ്രവൃത്തി എന്നൊക്കെ പറയില്ല, അതുപോലെ നമ്മളറിയാതെ നമ്മുടെ ഡിവൈസിൽ അങ്ങനെ ഒരു സ്പൈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്ക് എൻഡിലായിരിക്കും, നമ്മൾ വേറെ ഏതെങ്കിലും ഫയലായിരിക്കും ഡൗൺലോഡ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി വരും. കാരണം നമുക്ക് പല സോഫ്റ്റ്വെയറും പല വെബ്സൈറ്റിലും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയാൽ ഉദാഹരണത്തിന് അറ്റാക്കർ ആണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്പൈ സോഫ്റ്റ്വെയറിനെ നമുക്ക് ആൻറ്റി സ്പൈ വെയർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കാൻ ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. വേറെ ഒന്ന് ആഡ്വെയർ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളൊരു പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെന്ന് വിചാരിക്കും. സോഫ്റ്റ്വെയർ ഏതെങ്കിലും സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ അതിൽ സെർവറിലേക്ക് അത് പിന്നെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സെർവറിൽ സെറ്റ് ചെയ്തു. ഓക്കെ, അതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം അത് ആവശ്യമുള്ളവരത് ഡൗൺലോഡ് ചെയ്യും. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസക്ക് വേണ്ടി, നമ്മൾ കൊടുക്കുന്നത് ഫ്രീ ആണ്, പക്ഷെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ പിന്നെ ആഡ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പിന്നെ അതായത് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ സെർവറിൽ സെറ്റ് ചെയ്യും. അപ്പോൾ ആ ഫ്രീ സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഏതെങ്കിലും യൂസർ ഡൗൺലോഡ് ചെയ്താൽ ഓക്കെ, ഈ ഈ സോഫ്റ്റ്വെയർ എന്താ ചെയ്യാം, ഈ സോഫ്റ്റ്വെയറിന്റെ പിന്നിൽ നമ്മൾ ചെറിയ സെറ്റിങ്സ് ചെയ്തിട്ടുണ്ടാവും. അതായത് സോഫ്റ്റ്വെയർ വാച്ച് ചെയ്യും ഇവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ അവന് ടീഷർട്ട് അല്ലെങ്കിൽ ക്ലോത്ത്സ് മറ്റേ അവന് കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവൻ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ സോഫ്റ്റ്വെയർ വാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഓണർ, അതായത് അവരെ ഇമെയിലോ എന്തിനെങ്കിലുമൊക്കെ അവർക്ക് അയച്ചു കൊടുക്കും. അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത്തരം ഇൻഫർമേഷൻ കിട്ടിയാൽ നമ്മളെ ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് പുറത്തേക്ക് വിൽക്കും പൈസക്ക്. ഇങ്ങനെ ഈ ഒരു കസ്റ്റമറിന് ഇത്തരം കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, അവന് പിന്നെ അവൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഈ ക്ലോത്ത് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ വാച്ചസ്. അപ്പോൾ എന്താവെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡീറ്റെയിൽസ് അതിൻ്റെമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് കൊടുക്കും. അപ്പം ആ കമ്പനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവന് ഏതൊക്കെ വെബ്സൈറ്റ് ആണോ
പിന്നെ കൂടുതൽ സെർച്ച് ചെയ്യുന്ന ആ വെബ്സൈറ്റിലൊക്കെ ഈ ആഡ് സപ്പോർട്ട് ചെയ്ത് ഇത് കൊടുക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ മൊബൈൽസിലൊക്കെ ഞാനിപ്പോ എന്തെങ്കിലും വാങ്ങണം ഉദ്ദേശിക്കുന്ന ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് തുറന്നാലും പിന്നീട് ഞാൻ ഫേസ്ബുക്കിൽ കയറിയാലും ചിലപ്പോൾ അത് തന്നെ കാണിക്കും. അപ്പൊ അത് ഇത്തരം എന്താ പറയാ സോഫ്റ്റ്വെയറും കാര്യങ്ങളും നമ്മുടെ ഡിവൈസിൽ ഉണ്ടെങ്കിൽ ആ ഒരു നമ്മളെന്താണോ ചെയ്യുന്നത് അത് വാച്ച് ചെയ്തിട്ട് നമ്മൾ എന്താണോ ഇൻട്രസ്റ്റ്, നമ്മൾ ഏത് സാധനമാണോ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഈ സോഫ്റ്റ്വെയർ ഓണർക്ക് അവർക്ക് കിട്ടുകയും സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത ടീമിന് കിട്ടുകയും അവരത് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യും പൈസക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മളെ എന്താ പറയാ ഒരാവശ്യങ്ങൾ അവർക്ക് അനുസരിച്ച് അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അവരത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കും. അതേപോലെ ഈ വാങ്ങിയവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റ് സന്ദർശിക്കുന്നുണ്ട് ആ വെബ്സൈറ്റിലൊക്കെ ഇതുമായി റിലേറ്റഡ് ചെയ്ത ആഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പം പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഇതുള്ള ആളാണെങ്കിൽ നമ്മൾ അവിടെ കയറിയിട്ട് പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ എന്താ പറയാ ആഡ് വെയറും പിന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും ഈ സ്പൈവെയറിന്റെ അണ്ടറിൽ വരുന്നതാണ്. സ്പൈ ചെയ്യുക നമ്മുടെ ഡിവൈസിനെ മോണിറ്റർ ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, നമ്മൾ എന്തൊക്കെ ഏതിലൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റ് ഉണ്ടോ, നമ്മൾ ഏതൊക്കെ കാര്യത്തിലാണ് പിന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇപ്പൊ പർച്ചേസ് ചെയ്യാനുള്ള ഏതൊക്കെ സെക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അത്തരം കാര്യങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആണെന്നുള്ളത് മറ്റുള്ള ടീമിനെ അറിയിച്ചിട്ട് പൈസ അവർ മേടിക്കും. അതേപോലെ അവര് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള പ്രോഡക്ട്സും കാര്യങ്ങളും എല്ലാ വെബ്സൈറ്റിലും പിന്നീട് ആഡ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആന്റി സ്പൈവെയർ പ്രൊഫൈല് ഇനേബിൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ടാമത്തെ ഒരു സെക്യൂരിറ്റി പ്രൊഫൈലാണ്. നേരത്തെ പറഞ്ഞ പോലെ ആന്റി വൈറസ് പ്രൊഫൈൽ പോലെ ഇവിടെ നിങ്ങൾക്ക് ഇതേ പാലോ ആൾട്ടോയിൽ പോയിട്ട് പിന്നെ ഒബ്ജക്ട്സിൽ ആന്റി സ്പൈവെയർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡിഫോൾട്ട്, സിംപിൾ, ക്രിട്ടിക്കൽ ആയി. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് നാളെ പഠിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പേര് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആന്റി സ്പൈവെയർ പ്രൊഫൈൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആന്റി വൈറസും ആന്റി സ്പൈവെയറുമാണ് നോക്കിയത്. ആന്റി സ്പൈവെയർ ഞാൻ കുറച്ചും കൂടി നാളെ പറഞ്ഞുതരാം. പിന്നെ വരുന്ന വൾനറബിലിറ്റി, URL ഫിൽറ്ററിങ്, ഫയൽ ബ്ലോക്കിങ്. ഓക്കെ, ഇപ്പൊ ഇതില് പിന്നെ നമുക്ക് ഇപ്പം നെറ്റിന്റെ ഈ ഒരു ഇന്റർഫേസിന് ഡൈനാമിക് IP കിട്ടിയിട്ടില്ല. പ്രശ്നമൊന്നുമില്ല, ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നെറ്റ് എടുത്തിട്ട് ബ്ലോക്ക് ചെയ്യുന്ന പാലോൾട്ട് ബ്ലോക്ക് ചെയ്യുന്ന കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. പക്ഷെ അല്ലെങ്കിലും നെറ്റ് കൊണ്ട് ഇത് കാണിച്ചു തരാൻ പറ്റില്ല. ആന്റി വൈറസ് പ്രൊഫൈൽ എങ്ങനെയാ ബ്ലോക്ക് ആണ്. പക്ഷെ ഇതിന്റെ മെത്തേഡ് കംപ്ലീറ്റ് മനസ്സിലായില്ല. അതായത് ആന്റി വൈറസ് നമ്മൾ പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യും, ആഡ് കൊടുത്തിട്ട് ഇവിടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏതൊക്കെ ഫയൽ പിന്നെ വൈറസ് ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് ഡ്രോപ്പ് ആവണോ, റീസെറ്റ് ആവണോ, അലോ ചെയ്യണോ, എന്താണെന്ന് നമ്മുടെ പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് പാക്കറ്റ് ക്യാപ്ചർ, ആ ഫയലിന്റെ ക്യാപ്ചർ ഫയൽ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. പിന്നെ വൈറസ് എക്സെപ്ഷൻ, ചില കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമില്ല, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ പാലോ ആൾട്ടോക്ക് അങ്ങനെ ഒരു വൈറസ് ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യും. അപ്പൊ അത് നമുക്ക് വേണ്ട, ബ്ലോക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് അതിന്റെ ത്രെട്ട് ID ഇവിടെ ആഡ് ചെയ്തിട്ട് അലോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെ ഓപ്ഷൻസും കാര്യങ്ങൾ. ആപ്ലിക്കേഷൻ നമുക്ക് ഏതെങ്കിലും പിന്നെ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന ട്രാഫിക് സ്കാൻ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ എക്സെപ്ഷനിൽ ആ ഒരു വെബ്സൈറ്റും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം ആന്റി വൈറസ് പ്രൊഫൈൽ. അതിനുശേഷം പോളിസീസിൽ എവിടെയാണോ നമുക്ക് വേണ്ടത്, ഇൻക്ലൗഡിലാണെങ്കിൽ ആക്ഷൻസ് പോയിട്ട് നമ്മൾ പ്രൊഫൈൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ AV പ്രൊഫൈൽ. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുത്താൽ നമുക്ക് എന്താവും, ആ ഒരു പ്രൊഫൈൽ ഇവിടെ അതിന്റെ ചിഹ്നം കാണിക്കും. അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇൻസൈഡിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകുന്ന ട്രാഫിക്കിന് അവിടുന്ന് റിപ്ലൈ വരും, പുറത്തുനിന്ന് റിപ്ലൈ വരുമ്പോൾ ഇതിന്റെ ഔട്ട്സൈഡ് ഇന്റർഫേസിൽ എന്ത് ചെയ്യും,
സ്കാൻ ചെയ്യും. ഓക്കെ, റിക്വസ്റ്റ് പോയി തിരിച്ചു വരുന്ന സമയത്ത് റിവേഴ്സ് ട്രാഫിക്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് വൈറസ് ഉണ്ടെങ്കിൽ അത് ഈ ഇതിൽ കൊടുത്ത ആക്ഷൻ ഇവിടെ എന്താ ഡ്രോപ്പ് കൊടുത്തത്. ഡ്രോപ്പ് ആകുമ്പോൾ ട്രാഫിക്കിനെ ഡ്രോപ്പ് ചെയ്യും, തിരിച്ചുള്ളിലേക്ക് കടത്തി വിടില്ല. ഓക്കെ, വൈറസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവില്ല, പാക്കറ്റ് ഒക്കെ ഡ്രോപ്പ് ആവും. അതാണ് ആന്റി വൈറസ് പ്രൊഫൈൽ. അതുപോലെ തന്നെയാണ് ആന്റി സ്പൈവെയറും. കുറെ സോഫ്റ്റ്വെയർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ നമ്മളറിയാതെ നമ്മുടെ ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ആവും. അത്തരം സോഫ്റ്റ്വെയർസിനൊക്കെ എൻട്രി ആവുന്ന സമയത്ത് തന്നെ പാലോ ആൾട്ടോ എന്ത് ചെയ്യും, നമ്മൾ ആന്റി സ്പൈവെയർ പ്രൊഫൈൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് അല്ലെ അവിടെ എന്ത് ചെയ്യുന്ന ആന്റി സ്പൈവെയർ പ്രൊഫൈൽ കോൺഫിഗർ ചെയ്തിട്ട് നമ്മൾ കൊടുത്ത ആക്ഷൻസ് അനുസരിച്ച് വർക്ക് ചെയ്യും. ഡ്രോപ്പ് കൊടുത്തതെങ്കിൽ പാക്കറ്റിന് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, അതാണ് ആന്റി സ്പൈവെയർ പ്രൊട്ടക്ഷൻ വരുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നാളെ പറയാം. ഓക്കെ അല്ലേ റാഫി? ലൈസൻസിൽ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തൊക്കെ സാർ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ. ഓക്കെ ഞാൻ ചെക്ക് ചെയ്യാം, നോക്കാം. ഓക്കെ, ശരി.